കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ ഗ്രൂപ്പുകളിലടക്കം കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഒരു കലാപം നിന്നു പോകുന്നുണ്ട്. നിലവിൽ മുൻ കോൺഗ്രസ് നേതാവായ കെ.വി. തോമസ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് പിരിച്ചുവിടേണ്ടി വരുമെന്നാണ് കെ.വി. തോമസ് പറയുന്നത്. ഇപ്രാവശ്യം ഭരണം LDF-നായിരിക്കും. അതായത് മൂന്നാമതും പിണറായി തന്നെ അധികാരത്തിൽ വരുമെന്നാണ് കെ.വി. തോമസ് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ UDF പിരിച്ചുവിടേണ്ടി വരുമെന്നാണ് കെ.വി. തോമസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി UDF കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നും പിരിച്ചുവിട്ട് പോന്നേക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥിതി അത്രമേൽ മോശമാണ് UDF-നെ സംബന്ധിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പായി എഴുതിയിരിക്കുന്നത്. ഇവിടെ വോട്ട് പെട്ടിയിൽ കിടക്കുകയാണ്. ഫലം പ്രഖ്യാപനം പോലും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രി ആര് എന്ന് UDF ക്യാമ്പിൽ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നത്. ഇവരുടെ സ്വഭാവം എന്താണെന്ന് ജനത്തിന് നന്നായി അറിയാം. രാഷ്ട്രീയത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാകും, അല്ലാതെ ഓടി ഒളിക്കുകയല്ല വേണ്ടത്. ഓടി ഒളിക്കുമെന്ന് പറഞ്ഞ ആളിനെ 100 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അയാൾ വനവാസത്തിനൊക്കെ പോകുമെന്ന് VD സതീശനെ പറയാതെ പറഞ്ഞുകൊണ്ടാണ് കെ.വി. തോമസ് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. UDF ജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകുമെന്നൊക്കെയാണ് VD സതീശൻ പറയുന്നത്. എന്നാൽ VD സതീശൻ പറയുന്നത് 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരും എന്നൊക്കെയാണ് കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത്. ഇനി കെ.വി. തോമസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതാവായിരുന്നപ്പോൾ തന്നെ പല സുപ്രധാന പദവികളും കെ.വി. തോമസിന് കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഒട്ടനവധി സുപ്രധാന വകുപ്പുകൾ കെ.വി. തോമസിന് തേടിയെത്തിയിട്ടുമുണ്ട്. എന്നിട്ടും കെ.വി. തോമസിന് മതിയായില്ല. ഒരു അധികാര മോഹിയായിട്ട് തന്നെ കെ.വി. തോമസ് കോൺഗ്രസിൽ നിലനിന്നു. 2019 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് തോമസിന് പകരം സിറ്റിംഗ് MLA ആയി ഹൈവി ഈഡനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും ജയിച്ചതും. ഇതിനെ തുടർന്ന് കേരളത്തിലെ പാർട്ടി നേതൃത്വവുമായും ഹൈക്കമാൻഡുമായും ഏറെ നാൾ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ അധികാരമില്ലാതെ വന്നപ്പോഴാണ് രാജിഭീഷണി മുഴക്കിയത്. അതോടെ 2011 ഫെബ്രുവരി മുതൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാക്കി. എന്നിട്ടും പോരാ, വർക്കിംഗ് പ്രസിഡന്റ് പദവി പോരാ, എന്നെ KPCC അധ്യക്ഷനാക്കണമെന്ന് കെ.വി. തോമസ് പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2022 CPM സെമിനാറിൽ പങ്കെടുക്കുകയും തൃക്കാക്കരയിൽ CPM സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിൽ നിന്നും കെ.വി. തോമസിനെ പുറത്താക്കി. ആ കെ.വി. തോമസ് ആണ് ഇപ്പോൾ പറയുന്നത് മൂന്നാമതും പിണറായി സർക്കാർ തന്നെ വരുമെന്ന്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധങ്ങളിലും അവരുമായുള്ള കാര്യങ്ങളിൽ ഒരു അനുകൂലമായ ഒരു നിലപാട് ഒക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കെ.വി. തോമസിനെ പ്രത്യേക പദവി നൽകി ലക്ഷങ്ങൾ ശമ്പളവും നൽകി കേരള ഹൗസിലേക്ക്, ഡൽഹിയിലെ കേരള ഹൗസിൽ കേരള സർക്കാർ നിയമിച്ചത്. പക്ഷെ അവിടെ ചെന്നിട്ട് ലക്ഷങ്ങൾ മാത്രം കെ.വി. തോമസിന് ഓരോ മാസവും അക്കൗണ്ടിലേക്ക് പോകുന്നു എന്നല്ലാതെ കെ.വി. തോമസിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ കെ.വി. തോമസ് ആണ് ഇപ്പോൾ പറയുന്നത് UDF ജയിക്കില്ല, പിണറായി വിജയൻ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്.